ഹലോ, നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. വാഴ സിനിമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. വാഴ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണൽ മാത്രമായിരിക്കും, അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കുക. സിനിമ എനിക്കൊരു എബോവ് ആവറേജ് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും, അറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഒരു പക്ഷേ ഞാൻ സിനിമയെ പറ്റി കുറച്ചധികം ഫസ്റ്റ് ഇംപ്രഷൻ കേട്ടത് കൊണ്ടായിരിക്കണം എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തരാതിരുന്നത്. പക്ഷെ സിനിമ മോശമാണെന്നൊന്നുമില്ല, സിനിമ നന്നായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ കൊടുത്ത രീതിയിലുള്ളൊരു ഇംപ്രഷൻ കണ്ടതിന് ശേഷം എനിക്ക് അത്രയും കിട്ടിയില്ല. പക്ഷേ സിനിമ കൊള്ളാം, നമുക്കൊരു റിലേറ്റ് ചെയ്യാൻ എവിടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് സാധിക്കും കേട്ടോ. സിനിമയുടെ പോസിറ്റീവ്സിനെ പറ്റി ആദ്യം പറയാം. അതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല കോമഡികളുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറാണ് സിനിമ, 2 മണിക്കൂർ 5 മിനിറ്റോ 10 മിനിറ്റോ അത്രയൊക്കെ സിനിമയുള്ളെങ്കിലും നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ അധികം കൗണ്ടറുകൾ അല്ലെങ്കിൽ കുറേ അധികം റിലേറ്റബിൾ ആയിട്ടുള്ള കോമഡിയൊക്കെ ഹ്യൂമറൊക്കെ അവർ ഡെലിവറി ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സിനിമയുടെ തുടക്കം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് സിനിമ ആ ഒരു പേസിലോട്ട് കയറി കഴിയുമ്പോഴാണ് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് വരെ അത്യാവശ്യം ചിരിക്കേണ്ട തരത്തിലുള്ള കോമഡികളും എല്ലാം ഉണ്ടായിരുന്നു, നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോമഡി. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസിലൊക്കെ വെച്ച് അവർ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല കുറച്ച് എൻഗേജിങ് ആയിട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ കുറച്ച് ഡൗൺ ആക്കിയത് സെക്കൻഡ് ഹാഫായിട്ടാണ് തോന്നിയത്. ഹ്യൂമർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഇമോഷണൽ ആക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത്. പക്ഷേ ആ ഒരു ഇമോഷണൽ ആക്കുന്ന സിറ്റുവേഷൻസ് എനിക്ക് അത്രയ്ക്കധികം കണക്റ്റ് ആയില്ല കേട്ടോ. എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും, അതെനിക്കറിയില്ല. അതാണ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണമെന്ന് പറഞ്ഞത്. എസ്പെഷ്യലി ഞാൻ പറയട്ടെ, ഒരു കിഡിലൊരു സീനാണത്. ഒരു ഹോസ്പിറ്റലല്ല, ഫ്രണ്ട്സിൻ്റെ അടുക്കൽ നിന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒരു ക്യാരക്ടർ, വിഷ്ണു എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്തൊരു ഇമോഷൻസ് എനിക്ക് കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് തോന്നി, കുറച്ചധികം ഡ്രമാറ്റിക്കായിട്ട് തോന്നി. പക്ഷെ ആ സമയത്ത് അവിടെ കോട്ടയനസ് ഇറുക്കുക, പുള്ളിക്കാരൻ നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോട്ടാണ്, ഒരൊറ്റ ഫ്രെയിമേ വെക്കുന്നുള്ളൂ. അവിടെ കട്ട് ഷോട്ടുകൾ അധികമൊന്നും വരുന്നില്ല. ഒരൊറ്റ ഫ്രെയിമിൽ കോട്ടയനസ് ഇറുക്ക ഒരു സാധനം ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു കിഡിലൻ അല്ലെങ്കിൽ അതിനെ നല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ കൗണ്ടർ ചെയ്യുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് എനിക്ക് വിഷ്ണു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല. കുറച്ച് ഡ്രാമാറ്റിക് ഫീലും കുറച്ച് കരയുന്ന പോർഷൻസൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമോഷൻസ് ഇങ്ങനെ ഒത്തിരി പുള്ളപ്പ് ചെയ്ത് കാണിക്കാൻ തോന്നിയൊരു ഫീൽ എനിക്ക് തോന്നി. അത് ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നോർമലി എല്ലാവർക്കും കണക്റ്റ് ആവേണ്ടതാണ്. പക്ഷെ അത് കുറച്ചധികം പ്രഷർ ചെയ്ത് വരുത്തിച്ചൊരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. പിന്നീട് സെക്കൻഡ് ഹാഫിന് തന്നെ ആയിട്ടുള്ള ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് മൂവ് ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്, മൂവ് ചെയ്യുന്നില്ല ശരിക്കും. ഇതെന്താണ് സംഭവിക്കാൻ പോണെന്ന് നമുക്കറിയാം, നല്ലതുപോലെ അറിയാം. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനൊരു താമസം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് അവർ കാണിക്കുന്ന കാര്യങ്ങൾ റെപ്പറ്റീഷനാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതാണ് അവിടെ നടക്കാൻ പോണത്. അതിൻ്റെ റെപ്പറ്റീഷൻ പോലെ പല സീനുകളൊക്കെ കാണിച്ച് അതിലോട്ട് എത്തിക്കുന്നൊരു കുറച്ച് ലാഗിങ് ആയിട്ട് എനിക്കത് ആ ഒരു ഭാഗങ്ങൾ തോന്നി. പക്ഷേ ഇതൊന്നും പറയണത് അവരുടെ പെർഫോമൻസ് മോശമാണെന്നൊന്നുമല്ല. അത് കോട്ടയം സിറിക്കയുടെ കിഡിലിന് അഭിനയമായിരുന്നു. കുറച്ചും കൂടെ നമുക്കൊരു ഹാർഷ് ആയിട്ടുള്ള കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരൊക്കെ ഉള്ളവർക്ക് മനസ്സിലാകും. പിന്നെ അസിസിക്ക, പിന്നെ നമ്മുടെ നോബിച്ചേട്ടൻ, അങ്ങനെ കുറച്ച് ആക്ടേഴ്സ്, സീനിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവരുടെയൊക്കെ അഭിനയം കിഡിലായിരുന്നു. പക്ഷേ എനിക്ക് ആ കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സ് കൊണ്ട് തന്നത് അത് ശരിക്കും നമ്മുടെ ജോമോൻ ജോതിർ. അയ്യോ, അത് പറയേണ്ട പേരാട്ടോ. എന്ത് ടപ്പയെന്ന പുള്ളിക്കാരൻ്റെ ഡയലോഗൊക്കെ. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഫ്രണ്ട്സിനെ എനിക്ക് കാണാൻ പറ്റിയത് ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ ഉണ്ട്, ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പിന്നെ അനുരാജ് ജോബിയുടെ ഒരു സീനുണ്ട്, അത് കിഡിലെ സംഭവമായിരുന്നു കേട്ടോ. ഒരു കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് സാനാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ചിരിച്ചു കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. സിജു സണ്ണിയുടെ ഒരു സംഭവം പുള്ളിക്കാരൻ നല്ലപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ടൈ ഷോട്ടുകൾ വെക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ജീവനില്ലാത്തൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊരു ഹോസ്പിറ്റൽ സീൻ വരുമ്പോഴൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്ന സിറ്റുവേഷനൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ അങ്ങനെ വെച്ച് ഒരു ജീവനില്ലാണ്ട് പറയുന്നൊരു ഫീൽ എനിക്ക് തോന്നി. നല്ല സീനൊക്കെ ആയിരുന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ. അവിടെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാക്കി, കുറച്ചും കൂടെ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിയാൽ. ഹാഷിർ, അയ്യോ പുള്ളി അടിപൊളിയാട്ടോ. പുള്ളിയെ കാണുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു പോകും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഹാഷിർ, അതുപോലെ തന്നെ അലൻ, അജിൻ ജോയ്,
പിന്നെ വിനായക്, ഇവരൊക്കെ അവരുടെ ഒരു ചെറിയൊരു സാധനമേ ഉള്ളൂ, 4-5 സീനേ വരുന്നുള്ളൂ, പക്ഷേ കയ്യടി മുഴുവൻ അവർക്കാണ് കേട്ടോ പോയത്. സാഫ് ബോയ് ഒക്കെ നല്ലതായിരുന്നു. സാഫ് ബോയ്ക്ക് ഒരു ഹീറോ ടച്ചൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല കൊള്ളാം. സാഫ് ബോയുടെ ഒരു ബ്രദർ, അവർ നല്ലൊരു ഹീറോ ടച്ചും ഒരു സംഭവം ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് കാണിച്ചു തന്നിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ എല്ലാം. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കണക്റ്റ് ആവാൻ തോന്നിയത് ആ ഒരു അമിത് മോഹൻ രാജേശ്വരി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, വിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രം അത്രയും എത്താൻ സാധിച്ചില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ചിലയിടത്തെ പെർഫോമൻസുകളും കുറച്ച് പിൻവലിയുന്ന പോലെ തോന്നി. പിന്നീട് ക്ലൈമാക്സിലോട്ട് പ്രെഡിക്റ്റബിൾ ആകും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയും, അതിലോട്ടൊക്കെ എത്തിപ്പെടുന്നതാണ്. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ്, അവിടെ തന്നെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ നിൽക്കും, അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നില്ല. ആ ഒരു ഫീലാണ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗായിട്ട് തോന്നിയത്. അതായത് പൊതുവേ പറഞ്ഞാൽ ഒരു നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു, അതിനെ ഒരു എബോവ് ആവറേജ് സെക്കൻഡ് ഹാഫ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എല്ലാവരുടെ അഭിപ്രായം ഇതായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഇത്രയും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരുടെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അതിൻ്റെ ഡയറക്ടർ ആനന്ദ് മേനൻ, അദ്ദേഹമായിരിക്കത്തില്ല സെക്കൻഡ് പാർട്ട് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് കുറച്ച് ദിവസം മുമ്പ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്നും അവർ ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല ഇമോഷൻസ് കുറച്ചും കൂടെ എനിക്ക് കണക്റ്റ് ആയത് ഈ ഒരു മ്യൂസിക്കിലൂടെയാണ്. അങ്ങനെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് ഇതല്ല ഓപ്പോസിറ്റ് അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.